പ്രണവത്തേക്കാൾ ഉത്തമമായ രണ്ടക്ഷരങ്ങളാണ് അമ്മ. ആദിപരാശക്തിയായ അമ്മയുടെ അതിദിവ്യങ്ങളും അമ്മ തന്നെ നൽകിയിട്ടുള്ളതുമായ നാമങ്ങളുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു. അടുത്ത 21 നാമങ്ങളാണ് ഈ പുതിയ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീവിദ്യോപാസനയും ശ്രീചക്രപൂജയും കുണ്ഡലിനി യോഗവും എല്ലാം ചെയ്താലുണ്ടാകുന്ന ഫലം എത്രയാണോ അത്രയും തന്നെ ഫലം സിദ്ധിക്കുന്ന ഒന്നാണ് ലളിതാ ത്രിശതി സ്തോത്രം. പഞ്ചദശാക്ഷരിയാകുന്ന ശ്രീവിദ്യാ മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരമായ എയിൽ ആരംഭിക്കുന്ന 20 നാമങ്ങളാണ് ഈ അധ്യായത്തിൽ അർത്ഥത്തോടുകൂടി അവതരിപ്പിക്കുന്നത്. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം ഏകാരരൂപായൈ നമഃ. ഓം ഏകാക്ഷര്यै നമഃ. ഓം ഏകാനേകാക്ഷരാകൃത്यै നമഃ. ഓം ഏതത്തദിത്യനിർദ്ദേശ്യാयै നമഃ. ഓം ഏകാനന്ദചിതാകൃത്यै നമഃ. ഓം ഏവമിത്യാഗമബോധ്യാयै നമഃ. ഓം ഏകഭക്തിമദർച്ചിതാयै നമഃ. ഓം ഏകാഗ്രചിത്തനിർധ്യാതാयै നമഃ. ഓം ഏഷണാരഹിതാദൃതാयै നമഃ. ഓം ഏലാസുഗന്ധിചികുരാयै നമഃ. ഓം ഏനകൂടവിനാശിന്यै നമഃ. ഓം ഏകഭോഗാयै നമഃ. ഓം ഏകരസാयै നമഃ. ഓം ഏകൈശ്വര്യപ്രദായിന്यै നമഃ. ഓം ഏകാതപത്രസാമ്രാജ്യപ്രദാयै നമഃ. ഓം ഏകാന്തപൂജിതാयै നമഃ. ഓം ഏഥമാനപ്രഭാयै നമഃ. ഓം ഏജനനേജജ്ജഗദീശ്വർयै നമഃ. ഓം ഏകവീരാദിസംസേവ്യാयै നമഃ. ഓം ഏകപ്രാഭവശാലിന്यै നമഃ. ഇനി ഈ മന്ത്രങ്ങൾ ഓരോന്നുമെടുത്ത് അതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ മന്ത്രമാണ് ഏകാരരൂപ. ശ്രീവിദ്യാ മന്ത്രത്തിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ക എന്ന് തുടങ്ങുന്ന 20 നാമങ്ങൾ മുൻപ് പറഞ്ഞല്ലോ. അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ അക്ഷരമാണ് എ. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന നാമങ്ങളിൽ ഒന്നാമത്തേതാണ് ഏകാരരൂപ എന്നത്. ശിവശക്തി ഐക്യരൂപിണിയായിട്ടുള്ള ജഗദംബികയുടെ ശിവചൈതന്യമാണ് കകാരം കൊണ്ട് ആദ്യത്തെ അക്ഷരത്തിൽ കകാരത്തിൽ ആവിഷ്കരിച്ചത്. പഞ്ചദശാക്ഷരിയായിട്ടുള്ള ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരമായ എ എന്ന അക്ഷരം സ്വരൂപമായിട്ടുള്ളവൾ ഏകാരരൂപ എന്ന് അർത്ഥം. ക എ എന്ന രണ്ടക്ഷരങ്ങൾ കൊണ്ട് ബ്രഹ്മത്തിൻ്റെ നിഷ്ക്രിയമായിട്ടുള്ള ഭാവവും പ്രപഞ്ചമായിട്ട് പ്രതിഭാസിക്കുന്ന ഭാവവുമാണ് പറയപ്പെടുന്നത്. എ എന്ന പദത്തിന് വിഷ്ണു എന്നും അർത്ഥമുണ്ട്. പ്രപഞ്ചമായി വ്യാപിക്കുന്നതും പ്രപഞ്ചത്തിലാകെ വ്യാപ്തമായതുമായിട്ടും സ്ഥിതിരൂപമായിട്ടും സാത്വിക ചൈതന്യം, അപ്രകാരമൊക്കെയുള്ള സാത്വിക ചൈതന്യം എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു. കകാരത്തെ തുടർന്ന് എ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശിവശക്തികളുടെ ഐക്യം സർവരക്ഷാകരമായിട്ടുള്ള വിഷ്ണു സ്വരൂപത്തിൽ ഉണരുന്നു എന്ന് പറയാം. ഓം ഏകാരരൂപായൈ നമഃ. അടുത്ത മന്ത്രമാണ് ഏകാക്ഷരി. 22ാമത്തെ നാമം. ഏകാക്ഷരി എന്നതാണ് പ്രണവം എന്ന ഒരക്ഷരം സ്വരൂപമായിട്ട് ഉള്ളവൾ.
പ്രണവം നിഷ്കളബ്രഹ്മത്തെയും സകളബ്രഹ്മത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദേവിയുടെ ഏകാക്ഷര രൂപമാണ് ബ്രഹ്മം. ഓങ്കാരരൂപിണി എന്നാണ് അർത്ഥം. ദേവീ പ്രണവം എന്ന് പ്രസിദ്ധമായ മന്ത്രമാണ് ഹ്രീം എന്നത്. ഹ്രീം സ്വരൂപമായിട്ടുള്ളവൾ എന്നും അർത്ഥം വരുന്നു. ശ്രീം, ക്ലീം, ഐം തുടങ്ങിയ ഏകാക്ഷര മന്ത്രങ്ങളൊക്കെ സ്വരൂപമായവൾ എന്നും പറയാം. ഏകവും നാശമില്ലാത്തതുമായ മായാരൂപം ഉള്ളവൾ എന്നും വ്യാഖ്യാനിക്കാം. ഓം ഏകാക്ഷരേ നമഃ. ഏകാനേകാക്ഷരാകൃതി അടുത്ത മന്ത്രമാണ്. 23ാമത്തെ മന്ത്രം. ഏകവും അനേകവുമായ അക്ഷരങ്ങളുടെ രൂപം ധരിച്ചിട്ടുള്ളവൾ ആണ് അമ്മ. ഏകാക്ഷരീ രൂപമുള്ളവളായി അമ്മയെ തൊട്ടു മുമ്പത്തെ നാമത്തിൽ സ്തുതിച്ചിട്ടുണ്ടല്ലോ. അകാരാദി ക്ഷകാരാന്തങ്ങളായിട്ടുള്ള, അതായത് ആ എന്ന അക്ഷരം മുതൽ ക്ഷ എന്ന അക്ഷരം വരെയുള്ള അക്ഷരങ്ങളായിട്ട് പിരിഞ്ഞ് ശബ്ദബ്രഹ്മമായിട്ട് വർത്തിക്കുന്നതും ഓങ്കാരം കൊണ്ട് സൂചിതമായിട്ടുള്ള ബ്രഹ്മം ചൈതന്യമാകുന്ന അമ്മ തന്നെയാണ്. മനുഷ്യ ശരീരം എന്ന ഉപാധിയിലൂടെ ശബ്ദബ്രഹ്മം പ്രവർത്തിക്കുമ്പോൾ വർണ്ണങ്ങളും സ്വരം, വ്യഞ്ജനം, അക്ഷര രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നു. പലതരത്തിൽ പരസ്പരം ചേർന്ന് പദങ്ങളും പദങ്ങൾ ചേർന്ന് വാക്യങ്ങളുമായിട്ട് സർവവിധ അറിവുകളും ഉൾക്കൊള്ളുകയും ആവാഹിക്കുകയും പ്രചരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത് ശ്രീവിദ്യാഭഗവതിയാകുന്ന അമ്മയുടെ ഭിന്നഭാവങ്ങളായിട്ടുള്ള അക്ഷരങ്ങൾ തന്നെയാണ്. പ്രപഞ്ചശക്തികൾ രൂപം പൂണ്ടിട്ടുള്ള മന്ത്രാക്ഷരങ്ങളും ഇപ്രകാരം തന്നെയാണ് ഉണ്ടാകുന്നത്. ഏകയായിട്ടുള്ള ഒറ്റയായിട്ടുള്ള ദേവി, ഒരു രൂപത്തിലുള്ള ദേവി ഏകാക്ഷര രൂപത്തിലും അനേകം അക്ഷരങ്ങളായിട്ടും അനേക രൂപങ്ങളായിട്ടുമൊക്കെ വർത്തിക്കുന്നു. ഏകയായിട്ടുള്ള പരാശക്തി അനേക രൂപത്തിൽ ലോകങ്ങളും വസ്തുക്കളും ജീവികളുമായിട്ട് വർത്തിക്കുന്നതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം പ്രതീയമാനമാകുന്നു. ഇത് അക്ഷരമായിട്ടുള്ള, അതായത് നാശം ഇല്ലാത്ത പ്രതിഭാസമാണ്. ഏകവും അനേകവും അക്ഷരവുമായിട്ടുള്ള രൂപമുള്ളവൾ എന്നാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം. ക, എ എന്ന് തുടങ്ങി എല്ലാ അക്ഷരങ്ങളും ചേർന്ന് ശ്രീവിദ്യാരൂപം സ്വീകരിച്ചവൾ എന്ന് കണ്ടിയൂർ മഹാദേവശാസ്ത്രികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓം ഏകാനേകാക്ഷരാകൃത്യൈ നമഃ. അടുത്ത മന്ത്രപുഷ്പം നോക്കാം. ഓം ഏതത്തദിത്യനിർദ്ദേശ്യായൈ നമഃ. ഏതത് ഇത്, തത് അത് എന്ന് നിർദ്ദേശിക്കാനാകാത്തവൾ, അതായത് അതാണോ ഇതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തവൾ, അതാണ് ലളിതാംബിക. ദേവിയെ എന്താണ് എന്ന് നമുക്ക്, അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലളിതാംബിക എന്ന്. ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്നാണ് അമ്മ. എല്ലാത്തിനും അപ്പുറത്തുള്ള പരമമായിട്ടുള്ള ചൈതന്യമാണ്, പരാശക്തിയാണ്. വാക്കുകൾ കൊണ്ട് ആ ചൈതന്യത്തെ നിർദ്ദേശിക്കാൻ സാധ്യമല്ല. വാക്കുകളെ പ്രകാശിപ്പിക്കുന്നതും അവയ്ക്ക് വാഗ്രൂപം നൽകുന്നതും ആ ചൈതന്യം തന്നെയാകുന്നു. ചരാചരാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ഓരോ അണുവും അണുസംഘാതമായിട്ടുള്ള ഓരോ വസ്തുവും വസ്തുക്കളുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഭാസവുമൊക്കെ അമ്മ തന്നെയാകുന്നു. എന്നാൽ അവയിലേതെങ്കിലും ഒന്ന് ദേവിയാണ് എന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശം അപൂർണമായിരിക്കും. എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അത് ദേവിയാണ് എന്ന് പറഞ്ഞാൽ അത് അപൂർണമായിരിക്കും. മനോവാചാമഗോചര എന്ന് ലളിതാ സഹസ്രനാമം ദേവിയെ സ്തുതിക്കുന്നുണ്ട്. സാധാരണ ഭക്തർക്ക് ഏതു രൂപത്തിലും ദേവിയെ ആരാധിക്കാവുന്നതാണ്. ആ ആരാധന ഭക്തരെ അമ്മയിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യും. കാലം കൊണ്ട് സാക്ഷാത്കരിക്കാനും പറ്റും. ഇതാണ് അതാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതുമാത്രമാണ് അമ്മ എന്നൊന്നും നിർദ്ദേശിച്ച് വ്യക്തമാക്കി തരുവാൻ സാധിക്കാത്ത ചൈതന്യമാണ് പരാശക്തിയായിട്ടുള്ള അമ്മ. അടുത്ത നാമമാണ് ഏകാനന്ദ ചിതാകൃതി. മുൻ നാമത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് ഇത് എന്ന് ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാട്ടി ലളിതാംബികയെ നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ആ അമ്മയുടെ രൂപം? അത് ആനന്ദത്തിൻ്റെ സ്വരൂപമാണ്.
ചിത്തിൻ്റെ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ് അമ്മയുടെ അതിദിവ്യമായിട്ടുള്ള രൂപം. ദുഃഖസ്പർശമില്ലാത്ത അഖണ്ഡമായിട്ടുള്ള, അല്പം പോലും ദുഃഖമില്ലാത്ത അഖണ്ഡമായിട്ടുള്ള, അതായത് ഖണ്ഡിക്കപ്പെടാത്ത, മുറിഞ്ഞു പോകാനിടയില്ലാത്ത ആനന്ദം, ഇടവേളയില്ലാത്ത ആനന്ദമാണ്, ആനന്ദത്തിൻ്റെ അമൃതധാരയാണ് അമ്മ. അതുതന്നെയാകുന്നു പരമമായിട്ടുള്ള അറിവ് അഥവാ ജ്ഞാനം. ഏത് ഒന്ന് അറിഞ്ഞാൽ, അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടേണ്ടതായിട്ട് വേറൊന്നും അവശേഷിക്കുന്നില്ലയോ, ആ അറിവാണ്, ജ്ഞാനമാകുന്നു അമ്മ. അവിദ്യയുടെ സ്പർശമില്ലാത്ത ജ്ഞാനം തന്നെയാണ് ആനന്ദം. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നാണല്ലോ. രണ്ട് പദങ്ങളും കുറിക്കുന്നത് ഒരേ കാര്യമാണ്. രണ്ടായി പറഞ്ഞത് നമുക്ക് ഉൾക്കൊള്ളുന്നതിനുള്ള എളുപ്പത്തിനു വേണ്ടി മാത്രമാണ്. ആനന്ദവും ജ്ഞാനവുമൊക്കെ ഏകീഭവിച്ച ആകൃതിയുള്ള സ്വരൂപമാണ് ആദിപരാശക്തിയായിട്ടുള്ള ലളിതാംബികാദേവിയായിട്ടുള്ള സർവേശ്വരിക്കുള്ളത്. അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ ഓം ഏകാനന്ദ ചിദാകൃത്യൈ നമഃ. അടുത്ത നാമത്തിലേക്ക് പോകാം. ഏവം ഇതി, ഇന്ന പ്രകാരമാണെന്ന്, ആഗമാബോധ്യ, ആഗമങ്ങളാൽ അറിയാൻ ആകാത്തവൾ എന്ന് അർത്ഥം വരുന്ന ഏവമിത്യാഗമാബോധ്യ എന്ന നാമമാണ് 26ാമത്തെ മന്ത്രപുഷ്പം ഉൾക്കൊള്ളുന്നത്. ആധ്യാത്മിക ജ്ഞാനത്തിന് അടിസ്ഥാനം ആഗമങ്ങളാണല്ലോ. മഹാന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ പ്രപഞ്ചരഹസ്യങ്ങളെയും ഈശ്വര സത്യയുമൊക്കെ കുറിച്ച് നടത്തിയിട്ടുള്ള ധ്യാനത്തിൻ്റെയും മനനങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചു വച്ചിട്ടുള്ളതാണ് ആഗമശാസ്ത്രങ്ങൾ. എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ആഗമങ്ങളെ ആശ്രയിക്കാൻ സാധിക്കും. അപ്രകാരമുള്ള വേദങ്ങൾക്ക് പോലും അമ്മ ഇന്ന രൂപം ഉള്ളവളാണ്, ഇന്ന രീതിയിലുള്ള പ്രകൃതം ഉള്ളവളാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ല. ഏതത്തദിത്യ നിർദ്ദേശിയ എന്ന നാമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ കുറച്ചുകൂടി വിശദമാക്കുകയാണ് ഈ നാമം കൊണ്ട് ചെയ്യുന്നത്. അമ്മയുടെ വിഭൂതികളിൽ അല്പമാത്രമായിട്ടുള്ള അംശം മാത്രമാണ് വേദങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് വേദങ്ങൾ ആവിഷ്കരിക്കുന്ന അറിവിനും അപ്പുറമാണ് പരാശക്തിയായിട്ടുള്ള അമ്മ. ആഗമങ്ങൾ ദേവിയിലേക്ക് നയിച്ചേക്കാം, പക്ഷേ അവയ്ക്കുള്ളിൽ അമ്മയെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ശാസ്ത്രം കൊണ്ട് നമുക്ക് അമ്മയെ കണ്ടെത്താനാവില്ല, ശാസ്ത്രങ്ങൾക്കുള്ളിൽ അമ്മയെ കണ്ടെത്താൻ പറ്റില്ല എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഓം ഏവമിത്യാഗമാബോധ്യായൈ നമഃ. അടുത്ത നാമമാണ് ഏകഭക്തിമദർച്ചിത. ഏകഭക്തിമത്തുക്കളാൽ അർച്ചിക്കപ്പെടുന്നവൾ. വേദങ്ങൾ കൊണ്ട് പോലും അറിയാനാകാത്ത അമ്മയെ വശപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപായമാണ് ഈ നാമത്തിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അമ്മയെ മാത്രം ആശ്രയിക്കുന്ന, സമസ്ത ചരാചരങ്ങളിലും മാത്രം അമ്മയെ ദർശിച്ചുകൊണ്ട്, ഞാനെന്ന ഭാവം തീരെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അമ്മയുടെ പാദങ്ങളിലുള്ള അർച്ചനാപുഷ്പങ്ങളായി കരുതുന്ന മാനസികമായിട്ടുള്ള ഭാവത്തെ ഏകഭക്തി എന്ന് പറയാം. ആ ഭക്തിഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭക്തൻ ദേവിയിൽ നിന്നും അഭിന്നനായിത്തീരും. അതായത് ദേവി തന്നെയായിത്തീരും ആ ഭക്തൻ. ഏകഭക്തി മക്തുക്കളുടെ ആരാധന അമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ്. ശിശുവിൻ്റെ കൊഞ്ചലിനു വേണ്ടി കാതോർക്കുന്ന അമ്മയെപ്പോലെ അമ്മ ആ ജഗത്തിൻ്റെ ലോകമാതാവായിട്ടുള്ള ലളിതാംബിക ഭക്തരുടെ അർച്ചനയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകഭക്തി മത്തുക്കളാൽ അർച്ചിക്കപ്പെടുന്ന അമ്മയ്ക്ക് സാഷ്ടാംഗ പ്രണാമങ്ങളോടെ ഓം ഏകഭക്തിമദർച്ചിതായൈ നമഃ. അടുത്ത നാമമാണ് 28ാമത്തേതാണ് ഏകാഗ്രചിത്ത നിർധ്യാത. ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ചിത്തത്തോടുകൂടി ധ്യാനിക്കപ്പെടേണ്ടവൾ. ഏകഭക്തി എന്ന മുൻ മന്ത്രത്തിൽ പറഞ്ഞ ആ ഒരു പ്രയോഗമുണ്ടല്ലോ, അത് ഈ നാമത്തിലും വരുന്നു. ഏത് വിദ്യയാണെങ്കിലും ഫലം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ വേണ്ടത് എന്താണെന്നറിയാമോ? ഏകാഗ്രതയാണ്. ഉപാസന, അതായത് ദേവിയോടുള്ള ഭക്തി പൂർണ്ണമായിട്ടുള്ള ഫലത്തിലെത്തുന്നതിനും ഏകാഗ്രത അത്യാവശ്യമാണ്. വേദവ്യാസ മഹർഷി
മഹാഭാരതത്തിലൂടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു മരക്കമ്പിൽ ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കിളിയെ ആചാര്യൻ വെച്ചു. അതിനെ എഴുതി വീഴ്ത്തുകയാണ് വേണ്ടത്. പാണ്ഡവ ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രർ വില്ലേന്തി അമ്പും തൊടുത്തു. ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ച് അസ്ത്രം തൊടുത്തുകൊണ്ടിരിക്കുന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ശിഷ്യൻ പറഞ്ഞു, ആചാര്യ, ഞാൻ അങ്ങയെ കാണുന്നു, എൻ്റെ സഹോദരന്മാരെ കാണുന്നു, ഈ കാനനം കാണുന്നു. അതുപോലെ കിളിയിരിക്കുന്ന മരവും കിളിയുമെല്ലാം എനിക്ക് കാണാം. അമ്പ് തിരികെ ആവതാഴിയിൽ ഇടൂ എന്നായിരുന്നു ദ്രോണാചാര്യർ പറഞ്ഞത്. അർജുനൻ്റെ ഊഴം വന്നപ്പോഴും ഇതേ ചോദ്യം ഗുരുനാഥൻ ആവർത്തിച്ചു. നീ എന്താണ് കാണുന്നത്? ഞാൻ ലക്ഷ്യമായ കിളിയെ കാണുന്നു. എന്നെ കാണുന്നുണ്ടോ? ഇല്ല. കിളിയിരിക്കുന്ന മരം കാണുന്നുണ്ടോ? ഇല്ല. കിളിയെ മാത്രമേ കാണുന്നുള്ളൂ. കിളിയെ മുഴുവനായിട്ടും കാണുന്നുണ്ടോ എന്ന് ആചാര്യൻ ചോദിച്ചു. ഇല്ല, അതിൻ്റെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. ശരി, എന്നാൽ അമ്പ് അയച്ചോളൂ എന്ന് ആചാര്യൻ പറഞ്ഞു. വില്ലിൽ നിന്നും പുറപ്പെട്ട അസ്ത്രം കിളിയുടെ കഴുത്ത് കണ്ടിച്ച് താരയിട്ടു. ഇപ്രകാരം പ്രപഞ്ച വ്യവഹാരങ്ങളിൽ കുടുങ്ങിയ മനസ്സിന് അർജുനൻ്റെ ഏകാഗ്രത കിട്ടുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. എന്നാലും ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള അഭ്യാസം ഉപാസകനായിട്ടുള്ള ഭക്തന് ആവശ്യമാണ്. അമ്മയെ ദുർഗ എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം വളരെ ബുദ്ധിമുട്ടുള്ള ആത്മനിയന്ത്രണം കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നവളാകയാലാണ് എന്നതുകൊണ്ടാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ചു കഴിഞ്ഞാൽ അമ്മയെ കാണാനും അറിയുവാനും സാധിക്കും. ഓം ഏകാഗ്രചിത്ത നിർധ്യാതായൈ നമഃ. അടുത്ത 29ാമത്തെ മന്ത്രം. ഏഷണാരഹിതാധൃത. ഏഷണാരഹിതരാൽ ആദരിക്കപ്പെടുന്നവളാണ് അമ്മ. ഏഷണാരഹിതരാൽ ആദരിക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും നേർക്കുള്ള അഭിലാഷമാണല്ലോ ഏഷണ. പുത്രേഷണ, പുത്രന്മാരോടുള്ള അമിതമായിട്ടുള്ള അഭിലാഷം. വിത്തേഷണ, ലോകേഷണ എന്ന ഏഷണകളെ ആചാര്യന്മാർ 3ആയിട്ടാണ് പറയുന്നത്. ഭൗതിക വസ്തുക്കളിലും ബന്ധുക്കളിലും പദവിയിലും പ്രശംസയിലും ഒക്കെയുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം മനുഷ്യനെ അനന്തമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ചങ്ങലയിൽ, കാമങ്ങളുടെ ചങ്ങലയിൽ ബന്ധിച്ച് അവശനാക്കി തീർക്കുന്നു. ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും 1000 ആഗ്രഹങ്ങൾ വരും. ഓരോന്നും സാധിക്കുമ്പോൾ ക്ഷണികമായിട്ടുള്ള തൃപ്തിയും സുഖവും ഒക്കെ തോന്നും, വീണ്ടും ദുഃഖമുണ്ടാകും. അപ്രകാരം ഏഷണയിൽ കുടുങ്ങിപ്പോയ വ്യക്തിക്ക് പരമമായിട്ടുള്ള സത്യമാകുന്ന അമ്മയെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമേ കിട്ടില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം എന്നീ ഏഷണകളുടെ സഹകാരികളെ ഒക്കെ ഉപേക്ഷിച്ച് നിർമ്മലമായിട്ടുള്ള മനസ്സിൽ അമ്മയുടെ സമ്മോഹനമായിട്ടുള്ള രൂപം പ്രകാശിക്കുക തന്നെ ചെയ്യും. ഏഷണാരഹിതന്മാരാൽ ആദരിക്കപ്പെടുന്നവളാണ് ലോകമാതാവായിട്ടുള്ള ജഗദംബിക. അമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ ഓം ഏഷണാരഹിതാധൃതായൈ നമഃ. അടുത്ത അമ്മയുടെ നാമമാണ് ഏലാസുഗന്ധിചിഗുര. 30ാമത്തെ മന്ത്രം. ഏലത്തിൻ്റേതുപോലെയുള്ള സുഗന്ധം സ്വാഭാവികമായി പ്രസരിക്കുന്ന തലമുടിയോടുകൂടിയവളാണ് അമ്മ. ഓം ഏലാസുഗന്ധിചിഗുരായൈ നമഃ. അടുത്തത് 31ാമത്തെ മന്ത്രമാണ്. ഏനകൂട വിനാശിനി. ഏനസ് എന്നതിന് പാപം, കുറ്റം, ദുരിതം, ആപത്ത് എന്നൊക്കെയാണ് അർത്ഥം. കൂടം എന്നാൽ സമൂഹം. ഏനസ്സുകളുടെ സമൂഹത്തെ നശിപ്പിക്കുന്നവൾ. അമ്മയെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ, അമ്മയെ ഓർക്കുന്ന മാത്രയിൽ തന്നെ അവ പാപങ്ങളായാലും അതുകൊണ്ടുണ്ടാകുന്ന, പാപം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളായാലും സ്വയം നശിച്ചു പോകും. ആപതിയും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്നാണല്ലോ. അമ്മയുടെ തൃപ്പാദങ്ങൾ ആപത്തിൽ സ്മരിക്കുക. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും സർവശ്രേഷ്ഠമായിട്ടുള്ള പ്രായശ്ചിത്തം പരാശക്തിയായിട്ടുള്ള അമ്മയുടെ പാദസ്മരണമാണ് എന്ന് ബ്രഹ്മാണ്ഡ പുരാണവും പറയുന്നുണ്ട്. നിഷ്പാപ, പാപനാശിനി, പാപാരണ്യ, ദവാനല തുടങ്ങി പല നാമങ്ങൾ കൊണ്ടും വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ വിശേഷിപ്പിക്കുന്നു. അപ്രകാരമുള്ള അമ്മയ്ക്ക് മുന്നിൽ നമസ്കാരം.
ഓം ഏനകൂട വിനാശിന്യൈ നമഃ. ഏകഭോഗ 32ാമത്തെ മന്ത്രമാണ്. ഏകനായ കാമേശ്വരനോട് ചേർന്ന് ഭോഗം അനുഭവിക്കുന്നവൾ. ശിവനും ശിവയും രണ്ടല്ല. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കാരണമായിട്ടുള്ള ലളിതാംബികാദേവി തന്നെ ശിവശക്തി ഐക്യരൂപിണിയായിട്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഏകഭോഗ. ഭോഗത്തിന് ശരീരം എന്നും അർത്ഥമുണ്ട്. പ്രപഞ്ചമാകെ അമ്മയുടെ ശരീരമാണ്, ലളിതാംബികാദേവിയുടെ ശരീരമാണ്. പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും വസ്തുക്കളുമെല്ലാം അമ്മയുടെ അവയവങ്ങളുമാണ്. അപ്രകാരം ഏക ശരീരയായിട്ട് വർത്തിക്കുന്നതും അമ്മ തന്നെ ആയതുകൊണ്ട് ഏകഭോഗ. ഭോഗ ശബ്ദത്തിന് സർപ്പശരീരം എന്നും സർപ്പത്തിൻ്റെ ഫണം എന്നും അർത്ഥം വരുന്നുണ്ട്. 3.5 ചുറ്റായിട്ടുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിൽ മൂലാധാരത്തിൽ ഉറങ്ങുകയും അനുകൂലമായ സാഹചര്യത്തിൽ ഉയർന്നു വന്ന് സഹസ്രാരത്തെ പ്രാപിക്കുകയും ചെയ്യുന്ന കുണ്ഡലിനി രൂപത്തിൽ വർത്തിക്കുന്ന ചൈതന്യമെന്നും ഈ പക്ഷത്തിൽ അർത്ഥം വരുന്നുണ്ട്. ഭോഗത്തിന് സുഖം, സാക്ഷാത്കാരം എന്ന് സാമാന്യമായ വ്യാവഹാരിക അർത്ഥമുണ്ട്. ദേവീ ഭക്തന്മാർക്ക്, അമ്മയുടെ ഭക്തന്മാർക്ക് എല്ലാ സുഖങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് ഒരു സൂചന ഈ നാമത്തിൽ വരുന്നു. ഭോഗിനി എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഓം ഏകഭോഗായൈ നമഃ. ഒരു രസം മാത്രം രൂപം പൂണ്ടവൾ. ഏകരസ 33ാമത്തെ നാമമാണ്. കലകളെ ആകർഷകമാക്കുന്ന അംശത്തെ രസം എന്ന് പറയാറുണ്ട്. ശൃംഗാരം, കരുണം തുടങ്ങിയ നവരസങ്ങൾക്ക് രതിശോകം തുടങ്ങിയിട്ടുള്ള സ്ഥായീഭാവങ്ങളുണ്ട്. ഇവയുടെ പ്രവർത്തനത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സഹൃദയൻ്റെ കഴിവ്, അത് ആ സഹൃദയന് നൽകുന്ന ആനന്ദം, അതാണ് ഒരു തരത്തിലുള്ള രസം. പിന്നെ വേറെ ഒരു രസം നമുക്ക് നോക്കാം. വസ്തുക്കളുമായിട്ട് സ്പർശം ഉണ്ടാകുമ്പോൾ നാക്കിനുണ്ടാകുന്ന അനുഭവം, അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രസം. അപ്രകാരമുള്ള 6 രസങ്ങൾ, ഷഡ്രസങ്ങൾ. ആ രുചിക്കാൻ കഴിയുന്ന നാവിന് രസന എന്നാണ് പേര് പറയുന്നത്. രസങ്ങളുടെ നേർക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം ആനന്ദമാണ്. ആ രുചി കിട്ടുന്ന ആനന്ദം തേടിയാണല്ലോ നാം അങ്ങോട്ട് പോകുന്നത്. എല്ലാ രസങ്ങളും വേണ്ട ക്രമത്തിലാകുമ്പോൾ അത് രുചിപ്രദമാണ്. അപ്രകാരം ഈ ഷഡ്രസങ്ങൾ നൽകുന്നത് ആനന്ദം തന്നെയാണ്. പിന്നെ ശരീരധാതുക്കളുടെ സത്തയെയും രസം എന്ന് പറയാറുണ്ട്. ഈ രസങ്ങളുടെ സാമരസ്യമാണല്ലോ അരോഗമായിട്ടുള്ള അവസ്ഥ, അതായത് രോഗമില്ലാത്ത അവസ്ഥ. ആരോഗ്യത്തിൻ്റെ അനുഭൂതിയും ആനന്ദം തന്നെയാണ്. രസത്തിന് ജലം തുടങ്ങിയിട്ട് പല അർത്ഥങ്ങളുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആനന്ദം എന്ന സങ്കല്പത്തിൽ ഇപ്പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ചെന്നെത്തുന്നു. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആനന്ദം ഇന്ദ്രിയ ചോദനകൾക്ക് വിധേയമായതുകൊണ്ട് മിഥ്യയാകുന്നു. അതായത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല ഇങ്ങനെ കിട്ടുന്ന ആനന്ദം. ശാശ്വതമായിട്ടുള്ള ആനന്ദം അമ്മയിൽ നിന്ന് കിട്ടുന്ന ബ്രഹ്മാനന്ദമാണ്. ദുഃഖത്തിൻ്റെ അല്പം പോലുമുള്ള സ്പർശം ഇല്ലാത്ത രസമായതോ അതാണ് ഏകരസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാനന്ദം. അമ്മയെ ഏകരസയായിട്ട് സ്തുതിക്കുമ്പോൾ ബ്രഹ്മാനന്ദം സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം വരുന്നത്. കരുണാമൂർത്തിയും ബ്രഹ്മാനന്ദ സ്വരൂപിണിയുമായി വർത്തിക്കുന്ന ഏകരസയായിട്ടുള്ള അമ്മയ്ക്ക് സാഷ്ടാംഗ പ്രണാമം. ഏകൈശ്വര്യപ്രദായിനി 34ാമത്തെ മന്ത്രപുഷ്പത്തിലെ നാമം. ഏകമായിട്ടുള്ള ശ്രേഷ്ഠവും അനന്യവുമായിട്ടുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവൾ. പരമമായിട്ടുള്ള ഐശ്വര്യം എന്താണ്? ഈശ്വരത്വമാണ്, അതായത് മോക്ഷപ്രാപ്തി. ഭൗതിക ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള സമ്പത്തുകളും അന്ത്യത്തിൽ മോക്ഷപ്രാപ്തിയും നൽകുന്നവളായതുകൊണ്ട് ഏകൈശ്വര്യപ്രദായിനി. അപ്രകാരം ഇരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം ഏകൈശ്വര്യപ്രദായിന്യൈ നമഃ. 35ാമത്തെ മന്ത്രമാണ് അടുത്തത്. ഏകാതപത്ര സാമ്രാജ്യപ്രദ. ഒറ്റ കുടക്കീഴിൽ ഭരിക്കപ്പെടുന്ന പല രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള സാമ്രാജ്യത്തെ നൽകുന്നവൾ, അതായത് ചക്രവർത്തി പദം നൽകുന്നവൾ എന്നർത്ഥം. വൈകുണ്ഠം, കൈലാസം, ബ്രഹ്മലോകം, ഇന്ദ്രലോകം തുടങ്ങിയ സർവപ്രപഞ്ചങ്ങൾക്കും ഏകാതപത്രമായ ചക്രവർത്തിനീപദമാളുന്ന
ലളിതാംബികയായിരിക്കുന്ന അമ്മയുടെ സാമ്രാജ്യം അമ്മ കാരുണ്യപൂർവം തൻ്റെ ഭക്തർക്ക് നൽകുന്നു, അമ്മയുടെ സായുജ്യം നൽകുന്നു എന്ന് അർത്ഥം. സാമ്രാജ്യദായിനി, രാജ്യദായിനി, രാജപീഠ നിവേശിത, നിജാശ്രിത എന്നിങ്ങനെ വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ പുകഴ്ത്തുന്നുണ്ട്. ഓം ഏകാതപത്ര സാമ്രാജ്യപ്രദായൈ നമഃ. ഏകാന്ത പൂജിത 36ാമത്തെ നാമമന്ത്രത്തിലെ നാമമാണ്. ഏകാന്തത്തിൽ പൂജിക്കപ്പെടുന്നവൾ. ആരാധനയ്ക്ക് ഏറ്റവും നല്ല പശ്ചാത്തലമാണ് ഏകാന്തത. കർമ്മേന്ദ്രിയങ്ങളെ ബന്ധിച്ചുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് മനസ്സിനെ അമ്മയുടെ നേർക്ക് നയിക്കുന്ന പൂജ എളുപ്പത്തിൽ ഫലപ്രാപ്തിയിലെത്തിച്ചേരും. അഭ്യാസം കൊണ്ട് നേടുന്ന ആത്മനിയന്ത്രണം ഏത് കോലാഹലത്തിലാണെങ്കിലും മനസ്സ് മാറാതെ നമുക്ക് പൂജ ചെയ്യുവാനും അമ്മയെ ഉപാസിക്കുവാനും സാധിക്കും. മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യത്തോടെ പൂജിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. ലക്ഷ്യം എന്തായാലും പൂജയ്ക്ക് അന്തർമുഖത്വം, അതായത് നമ്മുടെ ഏകാഗ്രമായിരുന്ന് അമ്മയെ ആരാധിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കുന്നു. പ്രളയം കഴിഞ്ഞുള്ള ശൂന്യതയിൽ പുനഃസൃഷ്ടിക്കുള്ള ശക്തി തേടി ഈശ്വരനാൽ ഏകാന്തത്തിൽ പൂജിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. ഓം ഏകാന്ത പൂജിതായൈ നമഃ. അടുത്ത 37ാമത്തെ മന്ത്രമാണ് ഏധമാന പ്രഭ എന്നത്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭയുള്ളവൾ. എല്ലാ പ്രകാശവും അമ്മയുടെ വിഭൂതിയാണല്ലോ. പ്രകാശം അറിവാണ്, ജ്ഞാനമാണ്. സർവജ്ഞാനനിധിയായിട്ടുള്ള അമ്മയുടെ അനന്തമായ പ്രഭയുടെ അല്പമായിട്ടുള്ള ചെറിയ ചെറിയ മേഘങ്ങളെയാണ് നാം അറിവ് അഥവാ ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് പ്രകാശത്തിന് സൂര്യചന്ദ്രന്മാരുടെയും അഗ്നിയുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ സഹായം ആവശ്യമാണ്. സൂര്യചന്ദ്ര താരകാദികളുടെ പ്രകാശം ഒന്നും തന്നെ ആവശ്യം ഇല്ലാത്ത ജ്യോതിർമണ്ഡലത്തിലാണ് അമ്മയുടെ സ്ഥാനം. സ്വയം ജ്യോതിസ്വരൂപമായിട്ടുള്ള പരാശക്തിയുടെ ആ പ്രകാശത്തിന് ഒരിക്കലും ക്ഷയം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അത് അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏധമാന പ്രഭ എന്നാണല്ലോ. പരം ജ്യോതി, പരം ധാമ എന്നീ നാമങ്ങളിൽ ഈ ആശയം വരുന്നുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. ഓം ഏധമാന പ്രഭായൈ നമഃ. അടുത്ത നാമമാണ് ഏജദനേജ ജഗദീശ്വരി. ഏജത് ജീവനുള്ളത്, ചരമായത്, അനേജത് ചരിക്കാത്തത്. ചരവും അചരവുമായിട്ടുള്ള സ്ഥാവരജംഗമങ്ങളായിട്ടുള്ള എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ പരാശക്തിയായ അമ്മ തന്നെയാണ് ജഗത്തിൻ്റെ രൂപത്തിൽ, ലോകത്തിൻ്റെ രൂപത്തിലൊക്കെ, പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലൊക്കെ വർത്തിക്കുന്നത്. ജഗത്തിൽ ജീവനുള്ളതും ജഡവുമായിട്ടുള്ള വസ്തുക്കൾക്ക് നിയാമകമായിട്ടുള്ള ചൈതന്യവും അമ്മ തന്നെയാകുന്നു. ഏജത്തും അനേജത്തുമായി പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഈശ്വരിയായിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ ഓം ഏജദനേജ ജഗദീശ്വര്യൈ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്ന നാമങ്ങൾ ഈ രൂപത്തിൽ ഒരുപാടുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി, ലീലാക്ലപ്ത ബ്രഹ്മാണ്ഡമണ്ഡല, ആ ബ്രഹ്മകീടജനനി, ജഗദീകന്ത, ചേതനാരൂപ, ജഡശക്തി എന്നിങ്ങനെ നിരവധി നാമങ്ങൾ. അടുത്ത നാമമാണ് ഏകവീരാദി സംസേവ്യ. 39ാമത്തെ നാമമന്ത്രപുഷ്പത്തിലെ വാക്കാണിത്. ഏകവീരൻ തുടങ്ങിയവരാൽ സേവിക്കപ്പെടുന്നവൾ, ഏകവീരനാൽ മുഖ്യമായി സേവിക്കപ്പെടുന്നവൾ എന്ന് 2 തരത്തിൽ ഈ നാമത്തെ വിഗ്രഹിക്കാൻ കഴിയുന്നു. ധൈര്യവും പരാക്രമവും ഉള്ള യോദ്ധാവാണല്ലോ വീരൻ. അങ്ങനെയുള്ള വീരന്മാരിൽ ശ്രേഷ്ഠൻ ഏകവീരൻ. പുരാണ കഥകളെ ആധാരമാക്കിയാൽ അഗ്നി, വിഷ്ണു, ഭീഷ്മർ, വീരഭദ്രൻ തുടങ്ങി പലരെയും ഈ പദം കുറിക്കുന്നുണ്ട്. വിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്നവൾ, അഗ്നിയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നിങ്ങനെയും അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഇന്ദ്രിയജയം നേടലാണ് യഥാർത്ഥമായിട്ടുള്ള വീര്യം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവരിൽ സർവശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് ശിവൻ. അതുകൊണ്ട് ശിവനാൽ ആരാധിക്കപ്പെടുന്നവൾ യോഗിശ്രേഷ്ഠന്മാരിൽ പലരെയും ഏകവീരൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മഹായോഗിമാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് ഏകവീരാദി സംസേവ്യ.
ഓം ഏകവീരാദിസംസേവ്യായൈ നമഃ. ഏകവീര എന്നുള്ളതിനെ സ്ത്രീലിംഗ ശബ്ദമായിട്ട് വിഗ്രഹിക്കുകയാണെങ്കിലോ ശ്യാമള, വാരാഹി തുടങ്ങിയ പരിവാര ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം വരും. വീരാരാധ്യ എന്ന ലളിതാസഹസ്രനാമം. ഏകമായ പ്രാഭവത്തോടുകൂടിയവൾ എന്ന് അർത്ഥം വരുന്ന ഏകപ്രാഭവശാലിനി എന്ന നാമമാണ് 40-ാമത്തേത്. ഏക ശബ്ദത്തിന് അതുല്യമായത്, സർവശ്രേഷ്ഠമായത് എന്നൊക്കെയാണ് അർത്ഥം. അതുല്യമായിട്ടുള്ള പ്രാഭവത്തോടുകൂടിയവൾ, അതായത് മറ്റെല്ലാ ശക്തികൾക്കും പരയായിട്ടുള്ള ശക്തി, പരാശക്തിയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഓം ഏകപ്രാഭവശാലിന്യൈ നമഃ. ഏ എന്ന 2-ാമത്തെ മന്ത്രാക്ഷരം കൊണ്ട് തുടങ്ങുന്ന 20 നാമങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. 3-ാം അക്ഷരമായിട്ടുള്ള ഈ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന നാമങ്ങൾ അടുത്ത അധ്യായത്തിൽ പറയാം. അമ്മ ഇവിടെ അനുഗ്രഹം സദാസമയവും ഉണ്ടാകുന്നതിനു വേണ്ടി തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാത്രി ഉറങ്ങാൻ സമയത്ത് ഈ നാമമന്ത്രങ്ങൾ, അമ്മയുടെ അതിമനോഹരമായ മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം അമ്മ നമ്മുടെ സമീപത്തിരുന്ന് നമ്മുടെ ശിരസിൽ തലോടുന്നതായിട്ടുള്ള ഒരു അനുഭവം ഈ മന്ത്രം ജപിക്കുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. മനസ്സിന് അസാധാരണമായിട്ടുള്ള സമാധാനവും അനുഭൂതിയും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ അമ്മ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഈ നാമമന്ത്രങ്ങൾ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. അതിവിശിഷ്ടമായ ഈ നാമപുഷ്പങ്ങളാണ് അഗസ്ത്യ മഹർഷിയെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിച്ചിട്ടുള്ളത്. രോഗദുരിതങ്ങളും ശത്രുദോഷവും ആഭിചാരദോഷവും ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നിടത്ത് അടുക്കുകയേയില്ല. അമ്മയുടെ അരുമസന്താനം പോലെ സുഖകരമായ ജീവിതം നയിച്ചുകൊണ്ട് അന്ത്യകാലത്തിൽ അമ്മയുടെ മടിത്തട്ടിൽ ലയനം പ്രാപിക്കാനുള്ള സൗഭാഗ്യം നൽകുന്നതിന് ഈ മന്ത്രം ധാരാളമാണ്. ഒരു മനുഷ്യന് അതിൽ പരം ഒരു സൗഭാഗ്യം എന്താണ് ലഭിക്കുവാനുള്ളത്? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകുന്ന ഈ മന്ത്രധാരയുടെ 2-ാം ഭാഗം അമ്മയുടെ പാദപത്മങ്ങളിൽ സാദരം സമർപ്പിച്ചുകൊള്ളട്ടെ. അടുത്ത അധ്യായത്തിൽ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 3-ാമത്തെ അക്ഷരമായ ഈ എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന 20 മന്ത്രങ്ങൾ വ്യാഖ്യാനത്തോടുകൂടി അവതരിപ്പിക്കുവാൻ ശ്രമിക്കാം. ഇതിനു മുമ്പുള്ള ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ മന്ത്രങ്ങൾ മാത്രമായി, ഈ 21 മന്ത്രങ്ങൾ മാത്രമായി ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ധ്യാനവും ഋഷി, ഛന്ദസ് എന്നിവയും കഴിഞ്ഞ അധ്യായത്തിൽ ചേർത്തിട്ടുള്ളതുകൂടി ചേർത്ത് ജപിക്കാവുന്നതാണ്. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.